ഈ ജയിലിനെ കുറിച്ച് കേൾക്കുന്ന കഥകൾ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള പല കഥകളും കേൾക്കാറുണ്ട്. പക്ഷേ സാറ് വന്ന സമയത്ത് കുറേ മൊബൈൽ ഫോണുകൾ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ സാധ്യമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കേൾക്കുന്ന കഥകളൊക്കെ കുറേയൊക്കെ വിശ്വസിക്കാൻ പാകത്തിനുള്ളതാണ്. അല്ല, സർക്കാർ തന്നെ പറഞ്ഞു അവിടെ മൊബൈൽ ഫോണുകൾ അത് നിയന്ത്രിക്കണമെന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ ആരോട് ചോദിച്ചത് കാര്യമില്ലല്ലോ. നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് അത് അങ്ങനെ പറഞ്ഞാലും ഉണ്ടാവാൻ പാടില്ല എന്ന് അവർക്കും അറിയാം. നമ്മൾ തന്നെ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ നേരിട്ട് നമ്മൾ തന്നെ പോയി നോക്കിയാൽ മതിയല്ലോ. നോക്കിയപ്പോൾ കണ്ണൂർ ജയിലിൽ എത്ര 100-500ഓളം ഒരു അന്ന് മൊത്തം കേരളത്തിൽ റെയ്ഡ് നടത്തി. ഈ 3 ജയിലുകളിൽ 3 ജയിലേ ഉള്ളൂ. ശിക്ഷിക്കപ്പെട്ടവരെ വെക്കാനുള്ള 3 ജയിലുകളേ ഉള്ളൂ. തിരുവനന്തപുരം, വിയൂർ, കണ്ണൂർ. 3000 ആളുകൾ, ഓരോ 1000 ആളുകളാണ്. അത് മൊത്തം നോക്കുമ്പോൾ അന്നത്തെ ആദ്യത്തെ റേഡിയോയിൽ തന്നെ 300-ഓളം 400ഓളം ഫോണുകൾ കിട്ടി. പിന്നെ അവർ ആളുകളെ കാണാവുന്ന രീതിയിലൊക്കെ വളരെ കർശനമാക്കി അത് കുറഞ്ഞു. ഇതിന് വലിയ രഹസ്യമൊന്നുമില്ല. നമ്മൾ കർശനമായാൽ ആ രീതിയിൽ നോക്കിയാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. ജയിലിൽ ഫോണെ ഉണ്ട്. ജയിലില് ഒരു ക്യൂ ഉണ്ട്. അവിടെ ജയിലിൽ ഒരു പബ്ലിക് ബൂത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഫിലിം ചെയ്യുകയാണെങ്കിൽ ആ ബൂത്ത് വഴി സംസാരിക്കാമല്ലോ. 3 ആളുകൾ നമ്പർ കൊടുക്കണം. ഏതോ ആരോട് അങ്ങനെ സംസാരിക്കണമെന്ന്. ഒരു ഭാര്യ ആയിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കാം, അങ്ങനെ സുഹൃത്തായിരിക്കാം. അത് നേരത്തെ അറിയിച്ചാൽ മതി മാത്രം. ഇതൊരു വലിയ കാര്യം. അവർക്ക് വേറെ ഇതിന് സാധനത്തിൻ്റെ ആവശ്യം ഇല്ല. അത് അനുവദിക്കാൻ പാടില്ല. ഈ തുറന്ന ജയിലുകളെ കുറിച്ചുകൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം നമ്മൾ അധിക പേർക്ക് അറിഞ്ഞുകൂടാത്തതാണ് കേരളത്തിൽ. തുറന്ന ജയിലുകൾ ഇന്ത്യ രാജ്യത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്കാരങ്ങൾ, മൂല്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ പോകുന്നത്. പഞ്ചാബിലെ ഒരു ദിവസം ഞാൻ പഞ്ചാബ് DGP ജയിൽ DGP എന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് ചെയ്തൂടെ? സാർ, ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കില്ല, എല്ലാം ഓടിക്കളയും. ഇത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പുള്ളി ചിരിക്കുകയായിരുന്നു. സോറി, പഞ്ചാബ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. കാരണം അങ്ങനെ അവരുടെ മൂല്യങ്ങൾ വേറെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതുവരെ കഴിഞ്ഞ 50 വർഷം തുടങ്ങി മുമ്പ് ഒരാൾ പോലെ ഓടിപ്പോയിട്ടില്ല. ഇറ്റ്സ് എ റെക്കോർഡ്. ഇവിടെ അങ്ങനെ ശിക്ഷ കിട്ടിയ ശേഷം മലയാളി അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ 6 പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്നത് അവരാണ്. ശിക്ഷ കിട്ടിയവരാണ്. ജീവിതം ചില ആളുകൾ ഒരാൾ പോയി അവരെല്ലാം പുറത്താണ്, ജയിലിനകത്തൊന്നുമില്ല. നിങ്ങളെ കണ്ടില്ല പൂജപ്പുരയുള്ള അവർ രാവിലെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നു, അവരോട് ജോലി ചെയ്യുന്നു. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് ചെയ്യാനുള്ള പണി അവർക്ക് 12,000-13,000 രൂപ ഒരു മാസത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജോലിയായിട്ട് ചെയ്യുന്നു. ആ ജോലി കൊണ്ട് അവരുടെ കുടുംബം രക്ഷപ്പെടുന്നു. ഞങ്ങളവിടെ വേറെ ഒരു ഏർപ്പാട് ചെയ്തു. അവർ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിലും അവർക്ക് അക്കൗണ്ട് ഞങ്ങളെ തുടങ്ങിയത് അവരുടെ ഭാര്യയുടെ പേരിൽ. അപ്പോൾ ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്നു, ഭാര്യ അവിടെ പൈസ കിട്ടുന്നു. ഇയാളാണ് കുറ്റം ചെയ്തത്. ഇതിൻ്റെ പേരിൽ ഇയാളുടെ 1-2 കുട്ടികളും ആ ഭാര്യവും അവരിതിന് വഴി ആധാരമാവുന്നത്. ഇയാളെ നന്നായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇവന്മാരെ കൊണ്ട് പണി കഴിപ്പിച്ചിട്ട് അതിൻ്റെ മൊത്തം പൈസ അവർക്ക് കിട്ടുന്നത് അവരുടെ കുടുംബത്തോടാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ നെട്ടുകാൽത്തേരിയിൽ ആ ജയിലിൽ അത് റബ്ബറും ഒക്കെ ഉണ്ട്. അസാധ്യമാണ്. അതൊക്കെ കാണേണ്ടതാണ്. അത് നിങ്ങളൊക്കെ പത്രക്കാരൊക്കെ പ്രസ്സുകാരൊക്കെ അതൊക്കെ ഏറ്റെടുത്ത കാര്യങ്ങളാണ്. ഇത് നെട്ടുകാൽത്തേരിയും പിന്നെ ജിമേലിയും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഒരു മനുഷ്യന് ഇതുവരെ ഓടിപ്പോയിട്ടില്ല, ഒന്നുമില്ല. അവിടെ ഗേറ്റൊന്നുമില്ല. അത് ഇറ്റ് ജസ്റ്റ് ലൈൻ. ആർക്കും വേണമെങ്കിൽ പോവാം. ഞാനൊരിക്കൽ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അവിടെയും പോയി. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഇവിടുന്ന് ആരും എവിടെ പോകാൻ? സാർമാർക്ക് അറിയാം ഞാൻ ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മേൽവിലാസം അവർക്കറിയാം. ഞാൻ ഓടിക്കുകയാണെങ്കിലും ഭാര്യയും കുട്ടികളെ കാണാൻ തന്നെ പോവുള്ളൂ. അത് യു നോ ഇറ്റ്. അപ്പോൾ ഇവിടുന്ന് പോയാൽ അപ്പോൾ തന്നെ സാർ അവിടെ ഒരു പോലീസുകാർ വന്ന് അവിടെ ഇരിക്കും. എനിക്ക് അവരെ കാണാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ എവിടെ പോകാൻ സാർ? ഒന്ന്. രണ്ടാമത് അവരുടെ നല്ല ബിഹേവിയർ ആണെങ്കിൽ അവർക്ക് നേരത്തെ പോകാൻ പറ്റും. They can go early to home. ഈ രീതിയിലാണ്. അത് ഈസ് എ റെക്കോർഡ്. ഈ ഷുഡ് ബി കോട്ടഡ് ദാറ്റ് ഇതുവരെ 2 ജയിലിൽ നിന്ന് ഒരാളും ചാടി പോയിട്ടില്ല. ഏതോ ഒരു സ്ഥലത്തിൽ പോയിരുന്നു, ആളെ പിന്നെ തിരിച്ചു വന്നു. ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ നമുക്ക് യോജിക്കുന്നത് വേറെ സ്ഥലത്തിലും വന്നിട്ടില്ല. രാജസ്ഥാനിലൊക്കെ അത് ഫെയിലായിപ്പോയി.
അത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരള ഞങ്ങളെ അവിടെ സ്വീഡനിലേക്ക് അയച്ചു. സ്വീഡനല്ല, സോറി, നോർവേ. വലിയ കാര്യമൊന്നുമില്ല. ഇറ്റ് ഡിഡ്ന്റ് ഇംപ്രസ് മീ. അവർ ജയിൽസ് ആർ ഫാർ ബെറ്റർ ദാൻ ദോസ് ജയിൽസ്. വാൾഡൻ ജയിലിന്, അപ്പോൾ വാൾഡൻ ജയിലിൽ ഒന്നുമില്ല. വാൾഡൻ ജയിലിൽ കൊണ്ടുപോയി അവിടെ ഒരു ജയിൽ പോലെയാണ്. അതിൽ ആകെ അവർ വ്യത്യാസം, ഒരാഴ്ചയിൽ അവരുടെ കുടുംബത്തിന് ഒരു ചെറിയ ഫ്ലാറ്റ്, അതിനകത്ത് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടുംബത്തിന് ആ ആളുടെ കൂടെ ഈ ഭാര്യയും കുട്ടികളൊക്കെ വന്ന് താമസിക്കാം. അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായ കാര്യമല്ല. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അവിടെ 300ഓളം ആളെ ഉള്ളൂ കേട്ടോ വാൾഡൻ ജയിലിൽ. 500ഓളം അവരെ നോക്കാൻ 500ഓളം നമ്മൾ ജയിലുകാർ, ജയിൽ സ്റ്റാഫ്. ഇവിടെ നട്ടുകാൽത്തരിയിൽ പോയാൽ ചിലപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു 300ഓളം 400ഓളം നമ്മളെ പ്രിസണേഴ്സ് ഉണ്ട്. അവരെ നോക്കാൻ എത്ര, ഒരു 10, 30, 40 ആൾ കാണും. അത് ഇറ്റ് ഡിഡ്ന്റ് ഇംപ്രസ് മീ. ഐ ഗേവ് എ റിപ്പോർട്ട് ദാറ്റ് പ്ലീസ്, ബിക്കോസ് ഇറ്റ് വാസ് ഡൺ ബൈ ഡൽഹി ഹോം മിനിസ്ട്രി. ഹോം മിനിസ്ട്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത് ഒന്നുമില്ല, നിങ്ങൾ നട്ടുകാൽത്തേരിയും ജമീനിയും ഒക്കെ വന്നിട്ട് ജയിലിൽ, പിന്നെ അവിടെ പണിയൊന്നുമില്ല. ആകെ അവർ ചെയ്യുന്നതിൻ്റെ ഒരു വണ്ടികളിൽ പെയിൻ്റ് അടിക്കാൻ 2-3 വണ്ടികളുണ്ട്. പിന്നെ കുറേ സിറാമിക് കപ്പ് പ്ലേറ്റ് ഉണ്ടാക്കുന്നു. ഇവിടെ 36 തരത്തിലുള്ള ജോലിയാണ് ഇവിടെ നടക്കുന്നത് സെൻറ്ററിൽ. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി ടു അവരുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ പൈസ കൊണ്ട് ഇവിടെ കാര്യമൊന്നുമില്ല. ഇയാൾക്ക് എല്ലാം ഫ്രീ ആണല്ലോ, ഗവൺമെൻറ് ഓഫ് കേരള അല്ലേ കൊടുക്കുന്നത്. അത് അവരുടെ കുടുംബത്തിലേക്ക് ആ പൈസ പോവുകയാണ്. ഇതിനകത്ത് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ അത് കോടതിയിൽ കേസുകളായി. അതായത് ഇവർ സമ്പാദിക്കുന്ന ആ പൈസ കൊണ്ട് അവരവിടെ ഇരിക്കുന്നത് ഏതൊരാളെ കൊന്നിട്ടാണല്ലോ മിക്കവാറും ആളുകൾ. കൊന്ന് ആ മരിച്ചുപോയ ആളുടെ കുടുംബത്തിന് കുറച്ച് പൈസ, ഇവർ ജോലി ചെയ്യുന്ന പൈസ നിന്ന് കുറച്ച് പൈസ അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ കോടതികളിലൊക്കെ പോയ ശേഷം ഒന്നും നടന്നില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും പട്ടണം നടത്തണമെന്നില്ലല്ലോ. സാർ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ചത് സിനിമകളിലൂടെയാണ്. ഇപ്പോൾ പഴയ കാലഘട്ടത്തിലെ പഞ്ചാഗ്നിയും വടക്കു നോക്കിയന്ത്രവും മാലയോഗവും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം തിയേറ്ററിൽ കണ്ടത്. ഒരു PK അനിൽ പറഞ്ഞിട്ട് ഒരു SI, ഇതുപോലെ ഒരു SI ഉണ്ടായിരുന്നു ആർട്ടിക്കലിൽ, ഇപ്പം മരിച്ചുപോയി. PK അനിൽ ഒരു പ്രൊബേഷണറി SI ആണ്. ഞാൻ ഇയാളെ കൊണ്ടുപോകും, യു കം ആൻഡ് ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ്. കുറച്ച് സമയം ഇയാൾ പറയും. അപ്പോൾ ഇവിടെ സിനിമ ഹാളിൽ 1-2 സിനിമയിലൊക്കെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ എല്ലാ ആളുകളും കാണുന്നു. അടുക്ക ഇയാൾ എന്നോട് പറയും, സാർ ഹീ ഈസ് ടെല്ലിങ് ദിസ്. മൊത്തം എല്ലാ ആളുകളും കേൾക്കുന്നു. അപ്പോൾ നമ്മൾ അത് ശരിയാവില്ല. അത് പറയാനൊന്നുമില്ല. ASPയും SI ആളുകളെ അറിയും ഇത് ആരാണെന്ന് പറഞ്ഞിട്ട് പറയുമൊന്നുമില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ട് പോലെ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് 5, 6, 7 സിനിമ ശേഷം, അതൊന്നും വലിയ സാഹിത്യ ഭാഷ ഒന്നുമല്ല, സാധാരണ ഭാഷയാണ്. അത് പഠിക്കാൻ തുടങ്ങി. പക്ഷെ ആ സിനിമകളൊക്കെ പിൽക്കാലഘട്ടത്തിൽ കാണുമ്പോൾ അതിനകത്തൊക്കെ ഇന്നർ മീനിങ്സ് ഉണ്ടായിരുന്നു. ആ ഇന്നർ മീനിങ്സ് ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ തുടരും സിനിമയെക്കുറിച്ച് സാർ റിവ്യൂ എഴുതിക്കുന്നതിനകത്ത് ചില സമയത്ത് പ്രതികാരം ആണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതേ വഴിയുള്ളൂ എന്നുള്ള രീതിയിൽ എഴുതി കണ്ടായിരുന്നു. ഈ തുടരും സിനിമയെക്കുറിച്ച് സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. നല്ല പടമാണ് അത്. നമ്മുടെ അവിടെ തുടങ്ങിയത് ഇത് ഓരോ സ്റ്റൈലാണ്. രഞ്ജിത്ത് പ്രൊഡ്യൂസറിൻ്റെ ഒരു സ്റ്റൈലാണ് അത്. 3 ദിവസം മുമ്പ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഒരാൾ എൻ്റെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നതിനാണ് ഞാൻ അറിയുന്നത്. ബിലീവ് മീ, ദേ ഡിഡ്ന്റ് ഡു എനി പ്രൊമോഷൻ ചെയ്തിട്ടില്ല അവർ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സിനിമ വന്നുകൊണ്ട് അത് മോഹൻലാൽ പോലെ ആയിട്ട് നമ്മളെ അറിയുന്നില്ലല്ലോ. സാർ അത് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ തീരുമാനിച്ചു, നോ പബ്ലിസിറ്റി, നാട്ടുകാർ തന്നെ പോയി തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാനത് പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ പോയി ഐ വിൽ റൈറ്റ് എ റിവ്യൂ ഫോർ യു. ഞാൻ റിവ്യൂ ആദ്യ ദിവസം ഞാൻ പോയി ഉച്ചയ്ക്ക് ലുലു ഹാളിൽ പോയി അപ്പോൾ തന്നെ വൈകുന്നേരം എഴുതി അയച്ചു. പക്ഷെ അത് എങ്ങനെ മാറുമോന്ന് അവർ ആർക്കും മുമ്പ് അത് പ്രതീക്ഷിച്ചിട്ട് വന്നു. ഞാനത് എഴുതി ഐ ജസ്റ്റ് ടേക്ക് 5 minutes. ഞാൻ ഈ മൊബൈൽ ഫോണിൽ പെട്ടെന്ന് ഞാൻ 5 മിനിറ്റിൽ ഞാൻ പറയും
എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ഒരു ASI ഉണ്ട്. അത് കേൾക്കും, പുള്ളി എഴുതി തിരിച്ച് എന്നെ അയക്കും. ഞാൻ വന്ന ആശയം കറക്റ്റാണോ ഇല്ലയോ എന്ന് അത് ശരിയാക്കിയിട്ട് ഐ സെൻഡ് ഇറ്റ് ടു അവരോട്. പക്ഷെ ഫ്രോയിഡിനെ ഉൾപ്പെടെ അതിനകത്ത് കോഡിയിട്ട് സിനിമ എന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് സിനിമ അറിയാവുന്ന ഇത് 2 രീതിയിലുമാവാം. ചില സിനിമകളിൽ നിന്ന് നമ്മൾ ഒരുപാട് പബ്ലിസിറ്റി തരുന്നു. സിനിമ ആക്ടേഴ്സും വലിയ ആളുകളാണ്, മോഹൻലാൽ, മമ്മൂട്ടി പോലെ സിനിമ ഇത് പറയാൻ പോകുന്നു. അത് ചിലപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ കൗണ്ടർ ഇഫക്റ്റ്. അപ്പോൾ ആളുകൾ ആ ആശയം കൊണ്ട് ഭയങ്കര പടമായിരിക്കും. നോക്കണം, കുറേ ദിവസമായി ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെ നടക്കുന്നു, പോസ്റ്ററുകളുണ്ട്, സാറുമുണ്ട്. പക്ഷെ പക്ഷേ ആ സിനിമ നല്ലതാണെങ്കിലും പക്ഷെ ആളുകളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് അത്രയും മുകളിൽ പോയില്ലേ. അവിടെ വരെ ചിലപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ വരെ സിനിമ എത്തിയില്ലെങ്കിൽ അപ്പോൾ ആളുകൾ എന്ത് പറയും, ആണ് പക്ഷെ എന്നിട്ടും അത്രയ്ക്കില്ല അങ്ങനെ പറയുന്നു. ഒന്നും ചെയ്യാതെ സിനിമ റിലീസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ നല്ല രീതിയിലാണെങ്കിലും അത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. പക്ഷെ ഒരുപാട് പോലീസ് കഥകൾ, സിനിമാറ്റിക് ആയിട്ടുള്ള കഥകൾ തന്നെ സാറിൻ്റെ മനസ്സിലുള്ളതാണ്. ഒരു പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഒരു കഥവും ഇവിടെ കേരള പോലീസിൽ നടന്നിട്ടില്ല. ഇത് 5-ാം പാതിര, ദൃശ്യം, ഏത് സിനിമ, നായാട്ട്, വേറെ ഏത് പടമാണ്, ഈ സൂക്ഷ്മദർശിനി, രേഖാചിത്രം, ഇതുപോലുള്ള ഒരു സംഭവവും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇതെല്ലാം ചിലപ്പോൾ എവിടെയോ ചിലപ്പോൾ എവിടെയെങ്കിലും സംഭവിച്ചായിരിക്കും. ഇതെല്ലാം സഹായിക്കുന്നത് നമ്മുടെ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സാണ്, അതിന് സംശയമൊന്നും വേണ്ട. ചിലപ്പോൾ അവർ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരിക്കും, അവർ ജോലി ചെയ്യുമ്പോൾ ഇടുക്കിയിലോ വയനാടിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം.